അല്ല 20 വയസ്സായിട്ടുള്ളൂ, അതല്ലെങ്കിൽ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ 1 മാസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, തന്റെ കുട്ടിയുടെ കൂടെ എനിക്ക് 1 മാസം മാത്രമേ ജീവിക്കാൻ ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ഇതൊന്നും മരണത്തിന് തടസ്സമല്ല. മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുമ്പോ ആ മലക്കുൽ മൗത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോവേണ്ടവരാണ് നമ്മൾ എന്ന ബോധം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവെക്കേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോ ഇനി ഇന്ന് എന്നെ വിളിച്ചാലും സന്തോഷത്തോടെ പോകാൻ കഴിയും. ഇനി ഈ 2 ദിവസത്തിനിടയിൽ ഈ 1 ആഴ്ചയിലാണ് റബ്ബ് എന്റെ മരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ സന്തോഷത്തിൽ. കാരണം എന്റെ ഇനിയുള്ള ജീവിതം സ്വർഗത്തിലാണ്. എന്റെ ഇനിയുള്ള ജീവിതം സ്വർഗതുല്യമാണ്. സ്വർഗത്തിലെ സുഖങ്ങൾ ആസ്വദിച്ചിട്ടാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്ന സന്തോഷമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാവുക. പിന്നെ പ്രശ്നമില്ലല്ലോ, ടെൻഷനില്ല. മരണത്തോടുകൂടി എന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് അവിടെ ഒരു പ്രശ്നമല്ല. ദുനിയാവിൽ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു, പല നിലക്കും. കുടുംബത്തിന്റെ വിഷയത്തില്, കൂട്ടുകാരുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, സമ്പത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ എല്ലാത്തിലും എവിടെ തൊട്ടാലും അവിടെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു ദുനിയാവിൽ. പക്ഷേ മരിച്ചതോടുകൂടി ഇനി പ്രശ്നം എന്നത് എന്റെ ജീവിതത്തിലില്ല. കാരണം എനിക്കിത് സുഖങ്ങളുടെ പറുദീസയാണ്. അവിടെ ഒന്നുമില്ല, പ്രശ്നമില്ല എന്ന് സ്വർഗീയ ജീവിതത്തെ കുറിച്ച് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ആക്കി മാറ്റണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഇനി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട്, ഇതൊക്കെ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കണം. അതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ച ഒരിക്കൽ വിജയം നേടിയെടുക്കാൻ കഴിയില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം ഖുർആൻ പഠിപ്പിച്ചു. ഖുർആനിന്റെ സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ വചനം പല തവണ നമ്മൾ കേട്ട, പല തവണ ഇമാമിന്റെ പാരായണങ്ങളിലൂടെ നമ്മൾ കേട്ട് കടന്നുപോയ, ആയത്തോടുമ്പോൾ തന്നെ മനസ്സിലേക്ക് അർത്ഥം കടന്നു വരുന്ന ഭാഗം. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് ജീവിതവും മരണവും സംവിധാനിച്ചിട്ടുണ്ട്. അത് ആരാണ് ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത് എന്ന് നോക്കാൻ. നമ്മൾ ജീവിക്കാൻ ചാൻസ് തന്നത് എന്തിനാ? ആരാ നന്നായി അധ്വാനിക്കുന്നത് എന്ന് നോക്കാൻ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആ ജീവിതത്തെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ശേഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം നേടിയെടുക്കുന്നതാരോ അവൻ വിജയിച്ചു. ഖുർആൻ പറഞ്ഞതാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ള വിജയി എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? ഇതിന് രണ്ടാമത് റീടേക്ക് എന്നൊരു സിസ്റ്റം അല്ല, വീണ്ടും ഒന്നുകൂടി എന്നൊരു സംവിധാനം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളുണ്ട് ദുനിയാവിൽ. അതേപോലെ തന്നെ ജോലിയിൽ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട് തകർച്ചയിൽ, നഷ്ടത്തിൽ പോയാൽ വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പരിശ്രമങ്ങളിലൂടെ. പക്ഷേ ഈ ജീവിതം ഒന്നാലും പരാജയപ്പെട്ടു പോയാൽ പിന്നീട് അതൊന്ന് വീണ്ടും എഴുതിയെടുക്കാൻ, വീണ്ടും ഒന്ന് പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മരണം അങ്ങനെയാണ് വരിക, പെട്ടെന്ന് വരും, പറഞ്ഞിട്ടല്ല വരിക. രോഗം, ചില ആളുകൾക്കെങ്കിലും രോഗങ്ങൾ വന്ന് കുറച്ചു കാലം കിടപ്പിലായി, അങ്ങനെ മരണം തന്നെ കണ്ട് 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 പോയിട്ട് ചില ആൾക്കാർ അങ്ങനെ മരണപ്പെടും. പക്ഷേ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ മരിക്കുന്നത് എത്ര ആളുകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എത്രയോ നമ്മുടെ പ്രായത്തിലുള്ളവർ, ചെറിയ കുട്ടികൾ, ചെറിയ ആളുകൾ, വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ളവർ, യുവത്വത്തിന്റെ എല്ലാ പ്രസരിപ്പും കൊണ്ട് ജീവിക്കുന്നവർ, തന്റെ മനസ്സ് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ആ പ്രായമുള്ള ആളുകൾ. പക്ഷെ അവർക്ക് റബ്ബിന്റെ വിളി വന്നപ്പോ തിരിച്ചു പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് ഇനിയൊരു റീടേക്ക് ഇല്ലാത്ത, ഇനിയൊരു അവസരമില്ലാത്ത, ഇനിയൊരു ചാൻസ് ഇല്ലാത്ത ഒരു ജീവിതത്തെ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളെ ചിന്തിക്കാനും ഇനി എന്റെ നാളുകൾ നന്നാക്കാനും നമുക്ക് കഴിയുകയുള്ളൂ എന്നതാണ്. കാരണം മരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ എത്ര സ്ഥലത്താണ് സൂചിപ്പിച്ചത്? മരിക്കും. വെറുതെ ഇങ്ങനെ മരിക്കും മരിക്കും എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ കുളിക്കാൻ മാത്രമുള്ള രീതിയിലാണ് ഖുർആൻ പഠിപ്പിച്ചത്. നബിയോട് പറയാൻ വേണ്ടി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്, നബിയെ പറഞ്ഞു കൊടുക്ക്,
ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ നൽകപ്പെടുക തന്നെ ചെയ്യുമെന്ന ശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ജുമുഅയിൽ നമുക്ക് കാണാൻ കഴിയും. ഐനമാ യുദ്രിക്കുൽ മൗത്ത് വലൗ കുൻതും ഫീ വുറൂജിൻ മുശയ്യദ. നിങ്ങൾ എത്ര വലിയ കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നാലും നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. സമയമായി കഴിഞ്ഞാൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത്തിരി സമയം, ഒരു സെക്കൻഡ് നീട്ടിത്തരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഖുർആൻ മരണത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മനസ്സിലേക്ക്, നമ്മളിലേക്ക് ചേർത്തിട്ട് അതിനെ പറയാൻ എളുപ്പമാണ്. സാധാരണ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ ഇട്ട വസ്ത്രം ഞാൻ അഴിക്കുമോ എന്നറിയില്ല, എന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ വലുതാണ് എന്റെ മരണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ജീവിതത്തിലേക്ക് ഈ പറയുന്ന ഭാഗം ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്റെ മരണം തൊട്ട് മുമ്പിലുണ്ട്, ഞാനിത് അങ്ങനെ മരിക്കാൻ നിൽക്കാണ്, വളരെ അടുത്ത്. കാരണം മരണത്തെ അത്ര വലിയ സമയത്തിന്റെ ആവശ്യമില്ല. ഒരുപാട് രോഗങ്ങൾ വന്ന് ഒരുപാട് വർഷങ്ങൾ കിടപ്പിലാകണമെന്ന അവസ്ഥയില്ല, ഏതു സമയത്തും മരിച്ചു പോകും എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഒന്നാമത്തെ പേജിൽ വാർത്തകൾ വായിക്കുമ്പോൾ ചില മരണ വാർത്തകൾ കാണും. അതിൽ പലതും കാരണങ്ങൾ ഉണ്ടാവും, ആക്സിഡന്റ്, അതിലെങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. എന്നാൽ 4 പേജൊന്ന് മറിച്ചു നോക്കിയാൽ ചരമകോളം എന്നൊരു കോളുണ്ട്. ഒരുപാട് മരണ വാർത്തകളാണ് എല്ലാ ദിവസവും മാറി മാറി വരുന്നത്. അതിലോ അത് നമ്മുടെ പ്രായം, നമ്മുടെ സാധാരണ കുട്ടികൾക്കുണ്ട്, കുട്ടികൾ വലിയവർക്കൊക്കെ ഒരു ചെറിയൊരു തമാശ രൂപത്തിൽ കാണാറുണ്ട്. ഇതിലാരാണ് സെഞ്ചുറി അടിച്ചത്, നമ്മളൊക്കെ നോക്കൽ എങ്ങനെയാണ്, സെഞ്ചുറി അടിച്ചാലാണ് 50 അടിച്ചാലാണ്, ആ രീതിയിലാണ് നോക്കുക. നമ്മളൊന്നും അങ്ങനെ ഏജ് നോക്കണം. എങ്ങനെ നോക്കണ്ട അറിയോ? എന്റെ പ്രായത്തിൽ എത്ര ആളുകളുണ്ട്, നമ്മൾ എന്റെ പ്രായത്തെക്കാളും താഴെ എത്ര ആൾക്കാരുണ്ട്, അങ്ങനെ നമ്മളത് നോക്കേണ്ടത്. അവ നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്റെ അതേ പ്രായം, പക്ഷെ ഓനെ നമ്മളെ കൊണ്ടുപോയി, ഇവിടുന്ന് ദുനിയാവോട് പോയി, അതിന് കാരണമൊന്നുമില്ല. ആ മരണം, ആ പേജിന്റെ ഒരു പ്രത്യേകത, അധിക മരണങ്ങൾക്കും കാരണങ്ങൾ ഉണ്ടാവില്ല. എന്തെങ്കിലൊക്കെ ചിലതിൽ മാത്രം ഞാൻ പനി വന്നു എന്നോ, അല്ലെങ്കിൽ തൊണ്ടയിൽ അത് കുടുങ്ങിയെന്നോ, ആക്സിഡന്റ് ആയി എന്നോ, ചില പേരുകളുണ്ടാവും. പലതിനും കാരണം ഉണ്ടാവില്ല, അങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മുടെ പ്രായത്തിലുള്ളവരെ ആലോചിക്കാനും എന്നിട്ട് നമുക്കൊന്ന് ഒരു പുനർവിചിന്തന നടത്താം. ഞാൻ ഇതേപോലെ ഒരു ദിവസം മരിച്ച് ഇത്തരം മീഡിയകളിൽ അല്ലെങ്കിൽ ഇത്തരം പത്രമാധ്യമങ്ങളിൽ എന്റെ ഫോട്ടോ വരുമ്പോ, സോഷ്യൽ മീഡിയകളിൽ എന്റെ ഫോട്ടോ വെച്ച് ഇന്ന ആളുക മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ആളുകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും അവസാനിക്കാത്ത പിന്നെ ഒരു മരണമില്ലല്ലോ, പിന്നീട് ഒരു മരണമില്ലല്ലോ, പിന്നീട് കാലാകാലം പിന്നെ ജീവിതം ഒന്നൊക്കെ നല്ലത് അല്ലെങ്കിൽ മോശം, ഒന്നൊക്കെ സ്വർഗീയം അല്ലെങ്കിൽ നരകീയം, ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് പോകില്ല. യഥാർത്ഥത്തില് ഇന്ന് മണ്ണിന്റെ അടിയിൽ പോയ ആളുകളുടെ ആഗ്രഹം എന്താ? അതിന്ന് നമ്മുടെ കൈകളിലുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുള്ളത് അതാണ് ഇന്നും ഇന്നലെയും ഇനിയാതും കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ മരിച്ചു പോയവർ ആഗ്രഹിക്കുന്ന ഒറ്റ സാധനം. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്താ? ഒന്ന് തിരിച്ചു വരണം, ഒന്നുകൂടി ജീവിക്കാൻ ചാൻസ്. ഖുർആൻ എത്ര സ്ഥലത്ത് ആ വിഷയം പറഞ്ഞ് ഓരോ ഘട്ടങ്ങളിൽ അവർ പറഞ്ഞു നോക്കുന്നതാണ്. മരണം പിടികൂടുമ്പോ അവർ പറഞ്ഞു നോക്കും, അങ്ങനെ നരകത്തെ കാണുമ്പോ അവരത് പറഞ്ഞു നോക്കും, നരകത്തിലിട്ട് കത്തിച്ചാമ്പലാവുമ്പോ അപ്പോഴത് പറഞ്ഞു നോക്കും. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞു. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അതെ, കുറച്ച് സമയം തരണം. അതായത് അതെ, കുറച്ച് സമയം. എന്തിനാ? വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, കല്യാണം നടന്നിട്ടില്ല, കുട്ടിന്റെ കൂടെ ജീവിച്ചിട്ടില്ല, എന്റെ കമ്പനിന്റെ പണിയുണ്ട്, ഒന്നുമല്ല. എന്തിനാ ചോദിക്കുന്നത്? സ്വതക്കയാണ് കുറച്ച് കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്തുണ്ടായിരുന്നു, ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം എടുത്തുവെച്ചതാ. ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പെടാം, ഞാൻ നല്ല ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോവാം. ഇല്ല, ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നവർ പറയുന്നത്. മറുപടി എന്താ? സമയമായി കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല.
ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒരു മിനിറ്റ് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാം അല്ലാഹു കൃത്യമായി അറിയും. മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞേ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, മരണം വരുമ്പോഴേയും അവർ പറയും ഖാല റബ്ബി ഇർജിഊൻ. മലക്കുൽ മൗത്തിനെ പിടിക്കാൻ വരുമ്പോൾ ഒരു പറഞ്ഞ വാചകം റബ്ബി ഇർജിഊൻ, ഒന്ന് മടക്കിക്കൊണ്ടാ. എന്തിനാ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറെ കാര്യമുണ്ട്. നിസ്കാരം പോയിട്ടുണ്ട്, നോമ്പിൽ പലതും പ്രശ്നമുണ്ട്, ഒരുപാട് നന്മകൾ വീഴ്ച വന്നിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, അങ്ങനെ കർമ്മങ്ങളിൽ പല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു പോയാൽ ശരിയാക്കി തരാം അല്ലാഹുവോട്. ശാന്ത മറുപടി പറയാം, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് വെറും വാക്കാണ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഉപകാരം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ മരിക്കുമ്പോൾ, മരണം പിടികൂടുമ്പോൾ, മരിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഈ തിരിച്ചറിവ് ഒരു ഉപകാരമില്ല. ഈ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? ഈ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് ഇപ്പൊ ഈ ജീവിതം നമ്മളെ, ഈ ആയുസ് നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോഴാണ്. ഇപ്പോഴത്തെ പ്രായത്തിലും നമ്മളെ പ്രായം എന്തൊന്നല്ല ആലോചിക്കുന്നത്. ഇപ്പൊ ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സൗകര്യങ്ങളുണ്ട്, അത് ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക. എന്തിനാ ജീവിക്കുന്നത്? തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തിനാ ജീവിതം? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ആരാ ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത് എന്ന് നോക്കാൻ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരാ രക്ഷപ്പെടുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നവനാണ് ഫഖദ് ഫാസ്, അവനെ ജയിച്ചത്, വിജയി അവനാണ്. അല്ലാത്ത ആൾക്കാരൊക്കെ പരാജയപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ആ നിലക്കൊരു തിരിച്ചറിവാണ് ഇങ്ങനെ നമ്മുടെ കൈകളിലുള്ളതിന്റെ മൂല്യം മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ആയുസ്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടായിട്ട് എന്താ? നമ്മളെന്താ ചെയ്യേണ്ടത്? ആയുസ്സുണ്ട്, ശരി, ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, പലതും ചെയ്യണമെന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇന്ന കാര്യങ്ങൾ നന്മയാണ്, ഇന്നതിന് തിന്മയാണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം എന്റെ മുമ്പിലുള്ള ആർക്കില്ല. കാരണം നമുക്കറിയാം ഇതൊക്കെ നന്മയാണ്, ഇതൊക്കെ തിന്മയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലതിലും പ്രശ്നമുണ്ട്. ഓരോന്നിനെ പരിശോധിക്കാൻ നിർബന്ധമായ കാര്യങ്ങൾ അല്ല നിർബന്ധമാക്കിയത് നമുക്കറിയാം. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അങ്ങനെ നിർബന്ധമാക്കിയ ഒരുപാട് വിഷയങ്ങൾ. അതിലെന്റെ നിലപാട് എന്താണ്? ഓരോ നിസ്കാരങ്ങളൊക്കെ പരിശോധിക്കുക. നിസ്കാരം മാത്രം, സുബഹി നിസ്കാരം ഞാൻ കൃത്യമാണ്, ളുഹർ നിസ്കാരം ഞാൻ കൃത്യം നിസ്കരിക്കുന്നുണ്ട്. ഒരു നിസ്കാരം കഴിഞ്ഞ 2024 കഴിഞ്ഞു, ഒരു കൊല്ലം അൽഹംദുലില്ലാ എല്ലാം നിസ്കരിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് 2025 എത്തിയത്. ഇപ്പോഴാ ഒരു മാസം കഴിഞ്ഞു, ജനുവരി തീർന്നു. ആ ജനുവരിയുടെ അവസ്ഥ എന്താ? എല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ആ നിസ്കരിച്ച നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. നിസ്കരിച്ച നിസ്കാരം, നിസ്കരിക്കുന്നവർ വിജയിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടും, നിസ്കരിക്കുന്നവരൊക്കെ ജയിച്ചു അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു. ഒന്നാമത്തെ ക്വാളിറ്റി എന്താ അറിയോ? ആ വിജയിച്ച വിശ്വാസികൾ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ പറഞ്ഞത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആൾക്കാരാണ്. നിസ്കരിക്കുന്നവർ, നിസ്കരിക്കുന്നവരെ കുറിച്ച് വാർത്തത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. അതിനാണ് സുഹൃത്ത് നമുക്കറിയാം, ഇഫ്തുദ് നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താ പ്രശ്നം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. രണ്ട് പ്രശ്നം. ഒന്ന്, അശ്രദ്ധയിലാണ് നിസ്കരിക്കുക, രണ്ട് ആൾക്കാരെ കാണിക്കാനാണ് നിസ്കരിക്കുക. രണ്ട് പ്രശ്നം. ഇതാണ് സ്വഭാവം, മുനാഫിക്കിന്റെ സ്വഭാവം, കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞു അല്ലെ, അവർ നിസ്കരിക്കമേ കാമു കുസാല, അവരിങ്ങനെ കുസാലായിട്ട് നിസ്കരിക്കുക, ഒരു മടിയന്മാരായിട്ട് നിസ്കരിക്കുക, അലസന്മാരായിട്ട് നിസ്കരിക്കുക. അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന മുനാഫിക്കുകളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം അസ്ഖലു സ്വലാത്തു അലൽ മുനാഫിഖീന, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസ നിസ്കാരം സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഒന്ന് ഇശാ നിസ്കാരം, ഒന്ന് സുബ്ഹി നിസ്കാരം. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് ഈ പറഞ്ഞതൊക്കെ പ്രശ്നമുണ്ടോ? മുനാഫിക്കുകളെ കുറിച്ച് ഓരോന്ന് പറയും. സംസാരിച്ച കളവ് പറയും, വിശ്വസിച്ചാൽ ചതിക്കും, കരാറേറ്റെടുത്താൽ അത് ലംഘിക്കും, തെറ്റിയാൽ തെറി പറയും. മുനാഫിക്കിന്റെ വ്യക്തമായ അടയാളങ്ങളാണ്. ഇതിലേതാ എൻ്റെ അടുത്തുള്ളത്? ഞാൻ മുനാഫിക്കല്ല, നമ്മൾ ആരും പറയില്ല മുനാഫിക്. പക്ഷെ ആരെ മുനാഫിക്ക്? നിസ്കരിക്കുന്ന ആളാണ്, പക്ഷെ ഈ പ്രശ്നമുള്ള ആളാണ്. സംസാരിക്കുമ്പോൾ കളവ് പറയുന്ന ആളാണ്, തെറ്റിയാൽ ചീത്ത പറയുന്ന ആളാണ്. ഇതൊക്കെ മുനാഫിക്കിന്റെ അടയാളം വന്നപ്പോൾ ഇതിലേതാ നമ്മുടെ അടുത്തുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ പരിശോധിച്ച് ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക്
കഴിയും. നിർബന്ധമായ ഓരോന്നും നിസ്കാരം മാത്രമല്ല, അങ്ങനെ നിസ്കാരം പരിശോധിച്ചു കൃത്യമാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. പിന്നെ അടുത്ത നിർബന്ധമായ കാര്യം റമദാനിലെ നോമ്പ്, അങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിക്കുക കൃത്യം. അതേപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ എത്രത്തോളം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരിശോധിക്കുക. ഹറാമാക്കിയ കാര്യങ്ങൾ കുറെ നിഷിദ്ധമാണ്, പാടില്ല, ചെയ്യരുത്, അടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരത്തിൽ അടുക്കാൻ പാടില്ല. എന്താ വ്യഭിചാരം? വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? വ്യഭിചാരത്തിൽ അടുക്കാൻ പാടില്ല. ഹദീസ് പഠിപ്പിച്ചു എന്താ വ്യഭിചാരം? കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അത് കേൾക്കലാണ്. കാലുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അത് അതിലേക്ക് നടക്കലാണ്. ഓരോ അവയവങ്ങളും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വ്യഭിചാരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ട്, പ്രത്യേകിച്ചും എന്താ സോഷ്യൽ മീഡിയ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തി ആര് പരിശോധിക്കേണ്ടതല്ലേ? പെണ്ണ് അല്ലെ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് പ്രശ്നമാണ്. അന്യ സ്ത്രീയാണോ പ്രശ്നമാണ്. അന്യ സ്ത്രീയാണോ പ്രശ്നമാണ്. ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായാൽ ശൈത്താൻ മൂന്നാമത് വരും. അത് ഓൺലൈനിലാണെന്നും വരും അല്ലെ? നമ്മളിപ്പോൾ സാധാരണ ഓഫ്ലൈനായ മാത്രമല്ല, ഓൺലൈനിൽ വരും. സലാം കൊണ്ട് തുടങ്ങുക, സലാം അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുക. അത്തരം ചാറ്റിങ്ങുകളും സംസാരങ്ങളും 24 മണിക്കൂർ കുറ്റം കിട്ടുന്ന പണി. അങ്ങനെയൊന്നും ആൾക്കാർ ആലോചിക്കൂല. 24 മണിക്കൂറും കുറ്റം കിട്ടുക. എന്താ കാരണം? ഏത് സമയത്തും ഈ പറയുന്ന തെറ്റായ റൂട്ടിലാണ് ഇതിങ്ങനെ പോയിട്ടാണ് അള്ളാഹുവിന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേ, അള്ളാഹ് പറഞ്ഞ് ചെയ്യണ്ടാന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ റബ്ബ് നിഷിദ്ധമാക്കിയ ഓരോന്നും ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഒന്ന് ആദം നബിന്റെ കഥ നമുക്കറിയില്ലേ? പഠിച്ചില്ലേ? പണ്ട് 1-ാം ക്ലാസ്സിന് മുമ്പേ പഠിച്ചല്ലേ ആദം നബിന്റെ കഥ, സ്വർഗത്തിൽ നിന്ന് പുറത്തായ കഥ. ആ കഥയായിട്ട് കേൾക്കുന്നതിന് അപ്പുറത്ത് നമ്മൾ ചിന്തിച്ചു നോക്കി, എന്തിനാ ആദം നബി പുറത്തായത്? സ്വർഗത്തിൽ നിന്ന് പുറത്താകാനുള്ള കാരണം എന്താ? അള്ളാഹ് ചെയ്യണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തു. എത്ര കാര്യം? ഒറ്റ കാര്യം ചെയ്യേണ്ടതാണ് ചെയ്തു. എന്താ നഷ്ടായത്? സ്വർഗം. നഷ്ടായത് സ്വർഗം. ഇബ്ലീസ് ലഅനത്തുല്ലാഹ് എന്ന വലിയ പദവിയിലേക്ക് എത്തിയതെന്താ? അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ടീമായത് എന്താ? എന്തിന്റെ പേരില? ഒരു തിന്മ, ഒരു തെറ്റ്. സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല. അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചു. ആലോചിച്ചു, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, ഒരു തെറ്റായ കാര്യം ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും. അറിയാതെ ചെയ്യലൊക്കെ, അറിയാതെ ചെയ്ത് അള്ളാഹ് പറ്റുള്ളൂ. അത് അറിയാത്തത് കൊണ്ടല്ലേ? അല്ല, നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ ആലോചിക്കുക, അറിയാതെ ചെയ്യുന്നതാണോ അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ഈ ചാറ്റിങ്ങും ഈ ബന്ധവും ഈ അവിഹിതങ്ങളും മോശത്തരങ്ങളും അതേപോലെ തന്നെ ലഹരി ഉപയോഗങ്ങളും, അങ്ങനെ ഏത് മേഖലകളിലാണ് നമ്മൾ? കാരണം എല്ലാം ഒരാളത്ത് ഉണ്ടാവില്ല. കാരണം 24 മണിക്കൂർ ഓൺലൈനിലുള്ള ഒരാളുണ്ട്. ആര്? 24 മണിക്കൂർ ഓൺലൈനിലാണ് ആര്? ശൈത്വാൻ. എന്തിനാ ഓനെന്തിനാ പണിയെടുക്കുക? നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് നരകത്ത് കൊണ്ടുപോകണം. ഇപ്പൊ ശൈത്താൻ നല്ല ദേഷ്യമുള്ള ദിവസമായിരിക്കും ഈ സമയം. എന്തുകൊണ്ടാ? ദീനുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈമാൻ റീചാർജ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. നമ്മളെങ്ങനെ ഈമാൻ റീചാർജ് ചെയ്യാം? തീരെ പിടിക്കൂല. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തോള് കേട്ട് വരും. എന്താ അതൊന്നും നോക്കണ്ടത്, ഇപ്പൊ ചെറുപ്പളല്ലേ, ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കില്ല. പിന്നെ എപ്പോ പ്രോത്സാഹനം. പിന്നെ വേണമെങ്കിൽ മനുഷ്യന്മാരെ എന്നുള്ള ചില ചെയ്താനെ കൂടെ തരും. ഒരു ചങ്ങായി മനുഷ്യന്മാരിലുണ്ടല്ലോ ചെയ്താമാര്. പിന്നെ ചിഹ്നത്തി വന്നാസ് പറഞ്ഞ ചെയ്താമാര് മനുഷ്യന്മാരിലുണ്ട്, ചിഹ്നങ്ങളിലുണ്ട്. ചില മനുഷ്യന്മാരെയും ചില ആൾക്കാർ വരും തൊഴിൽ കൈയിട്ടിട്ട് ഇതിനെ നമ്മള് ഇത്തരം കാര്യങ്ങൾ മാറി നിൽക്കാനും അതൊന്നും പോകേണ്ടതില്ല എന്ന് പറയാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖ്, അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെ സദസ്സിൽ എത്തിയത്. എത്ര എളുപ്പങ്ങൾ ആലോചിച്ചു നോക്കി. ഇന്നിങ്ങനെ മാരി നിസ്കരിക്കാൻ വരുമ്പോ ശൈത്താൻ എങ്ങനെ മനസ്സിൽ അവിടെ പോയ ക്ലാസ് ഉണ്ടാവും, വ്യാഴാഴ്ചയാണ്, നമുക്ക് അപ്പുറത്തെ പള്ളിയിൽ പോവാം, അവിടെ നിസ്കരിച്ച് നേരം പോയാൽ മതി എന്ന് തീരുമാനിച്ച് ഇവിടെ എത്തൂല. നമ്മള് ഇങ്ങനെ ചിന്തിക്കൂല. നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഇല്ല. അങ്ങനെ ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. അവിടെ നമ്മളെങ്ങനെ കൊണ്ടുവന്നിട്ടാക്കി, നമ്മളെങ്ങോട്ടാക്കി. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷെ അവർ ചിന്തിക്കില്ല. അവർക്ക് കണ്ടുണ്ട്, ഒരു കാണില്ല. അവയവങ്ങൾ ഓരോന്നും അതിന്റെ ആ നിലക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ഒരു മൃഗങ്ങളെക്കാൾ മോശമാണെന്ന് ഖുർആൻ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, എന്നിട്ട് തിരുത്താൻ പറ്റിയതൊക്കെ തിരുത്തുക. ഇത് തെറ്റാണ്, ഞാൻ ഒഴിവാക്കി. എന്തിന്? എനിക്ക് സ്വർഗം കിട്ടണം, അതാ ലക്ഷ്യം.
ഞാൻ എന്തിനു തിരുത്തണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വർഗം വേണം, ലക്ഷ്യങ്ങൾ വേറൊരു ലക്ഷ്യമില്ല. കാരണം സ്വർഗം അത്രയും സുഖങ്ങളുള്ള സ്ഥലം. സ്വർഗത്തിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അവിടുന്ന് വിളിച്ചു പറയും, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞാ ഇനി നിങ്ങൾ എന്തെന്നും ജീവിക്കാം, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾക്ക് രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, ഒന്നുമില്ല. സുഖങ്ങളുടെ പറുദീസ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. വിശ്വാസികൾ സാധകം പറയാം, സ്വർഗത്തിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഇങ്ങനെ തിരക്കായിരിക്കും, ഭയങ്കര ബിസിയാവും. എന്താ ബിസി, എന്താ തിരക്ക്? സുഗന്ധം ആസ്വദിക്കുന്ന തിരക്ക് എന്നാണ്. ഇതൊക്കെ ഉദാഹരണം, ചില ഉദാഹരണം. കാരണം മനുഷ്യന്മാർക്ക് സ്വർഗത്തിലുള്ളത് പറഞ്ഞു തരാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ, ദുനിയാവിനോട് എങ്ങനെ സാമ്യപ്പെടുത്തിയാലും അതിനെത്തൂല. അതുകൊണ്ടാണ് ഒരാളെ കണ്ണും കണ്ടിട്ടില്ല, ഒരാളെ കാതിൽ കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് സ്വർഗം. സ്വർഗം എന്ന് പറയുമ്പോൾ ആ നിലക്കാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഹദീസ് പഠിപ്പിച്ചത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് സ്വർഗം. അതുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നതിൽ പരിമിതിയുണ്ട്. ദുനിയാവിലേക്ക് ചേർത്തിട്ട് ചിലത് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അതിന് സുഖങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു. അതിലൊന്നാണ് ഇത്. ഏതറിയോ? ഈ ഇപ്പൊ ഓതി വെച്ച ആയത്ത്. അതിൽ പറഞ്ഞല്ല, അതിൽ സ്വർഗക്കാരായ ആളുകൾ ചാരിയിരിക്കും, കൂടെ ചുറ്റും കുറെ സ്ത്രീകൾ ഉണ്ടാകും. സ്ത്രീകൾ ചുറ്റുണ്ടാവും, ചാരിയിട്ട് അത് തണലിലായിരിക്കും. പിന്നെ ഇങ്ങനെ കുറിക്കാനുള്ള സാധനം ഉണ്ടാവും, ഫ്രൂട്ട്സ്, അതും ഡ്രൈ ഫ്രൂട്ട്സിലാണ്. നമ്മളിങ്ങനെ ആലോചിച്ചോക്കാം, നമ്മൾ ദുനിയാവില് ഇങ്ങനത്തെ ചില സെറ്റപ്പ് സ്ഥലങ്ങളുണ്ട്, അല്ലെ, ബീച്ചുകളും അതേപോലെ തന്നെ ചില പാർക്കുകളും കാര്യങ്ങളും, പുരുഷനും കുറെ സ്ത്രീകളും അതേപോലെ തന്നെ അവിഹിതമായ ചില ബന്ധങ്ങളും കാര്യങ്ങളും. സുഖമാണ്, സംശയമില്ല, അതിനൊക്കെ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സുഖം, ദുനിയാവിലെ സുഖങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. എന്താ പരിമിതി? ഇവിടെ പൈസ തീർന്ന് അതോടുകൂടി കഴിഞ്ഞു, അല്ലെ, അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് അതോടുകൂടി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരെക്കാൾ നല്ലൊരു ആളെ കണ്ടു പോകുന്നു, ഒരു കാലം കൂടെ പോകും, അല്ലെങ്കിൽ ആളുകൾ കാണുന്നു പറഞ്ഞാൽ പിന്നെ പ്രശ്നം. അങ്ങനെ പല പ്രശ്നങ്ങളാണ്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ സുഖമായിട്ട് ഈ പറയുന്ന സുഖങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ ജീവിക്കുക. സ്വർഗത്തിൽ എല്ലാ പുരുഷന്മാർക്കും 2 ഭാര്യമാര് ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുന്നതാണ്. സുഖം. അതിന് പുറമെ ഹൂറുൽ ഐൻ എന്ന് പറയുന്ന സ്ത്രീകൾ വേറെ ഉണ്ടാവും. കുറേ സുഖങ്ങളാണ് പറയുന്നത്. പിന്നെ സ്വർഗത്തിൽ പിന്നെ എന്താ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൂറത്തുൽ വാഖിയ നമ്മളിങ്ങനെ പഠിച്ചു പോകണം. സൂറത്ത് വാഖിയയിൽ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ പറയാം, സ്വർഗക്കാരായ ആൾക്കാർ എന്താ, അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا. സ്വർഗത്തിലെ സുഖങ്ങളാണ് ഭക്ഷണം, അവിടുത്തെ സൗകര്യങ്ങൾ, അതേപോലെ തന്നെ സ്ത്രീ. അവിടെ സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോ ആ ആൾക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയപ്പെടുന്നതാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പെണ്ണിനല്ല, ആ ചെക്കൻ എങ്ങനെയാണോ വേണ്ടത് അങ്ങനത്തെ പെണ്ണ് അള്ളാഹ് അങ്ങനെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യലായി അയാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പെണ്ണ് കൊടുക്കുന്നത്. അതെന്നും കന്യകയായിരിക്കും. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരുമ്പോ ഇന്നെന്താ കൂടുതൽ ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് പരസ്പരം പറയുന്ന രീതിയിൽ ആ നിലക്ക് ഒരു സുഖങ്ങൾക്കും മടുപ്പുണ്ടാവില്ല. പഴങ്ങളെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയ എന്താ, കുരുവില്ല. പഴത്തിന് തിന്നുമ്പോ കുരുണ്ടായ പ്രശ്നം തിന്നാറില്ല. അപ്പൊ കുരു അവിടെ ഇല്ല, കേടുപാടില്ല, അൺസീസൺ എന്ന പ്രശ്നമില്ല. സീസൺ അൺസീസൺ എപ്പോഴും അല്ലെ. ഇപ്പൊ ഈ സമയത്ത് മാങ്ങ കിട്ടൂല, ഈ സമയത്ത് പത്ത കിട്ടൂല, അങ്ങനെ ഓരോ സീസൺ ഇവിടെ. അവിടെ അതില്ല, എല്ലാ സമയത്തും കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ആളുകൾ കിട്ടുന്നതാണ്. സൂറത്തുർ റഹ്മാനും ഇതേപോലെ പഠിപ്പിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഒരു 2 തോട്ടമുണ്ട്, അതിലുള്ള കുറെ സുഖങ്ങൾ. ഇങ്ങനെ സ്വർഗത്തിലേക്ക് കുറേ സംഗതി പഠിപ്പിച്ചിട്ട് എന്തിനാ പഠിപ്പിക്കുന്നത്? ഈ സ്വർഗം ആസ്വദിക്കാൻ. എന്റെ ജീവിതം കൊണ്ട്, വിലപ്പെട്ട എന്റെ ജീവിതം കൊണ്ട് ഞാൻ ആ സ്വർഗമാണ് നേടിയെടുക്കേണ്ടത് എന്ന് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ആ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഞാൻ എന്തിനാ നല്ലത് ചെയ്യുന്നത്? ആ സ്വർഗം കിട്ടണം. നമ്മുടെ ലക്ഷ്യത ചെറിയ, ഇസ്ലാമിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ നന്മയുണ്ട്. നമ്മൾ വിചാരിക്കുക, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗം എന്തായാലും നമുക്ക് കിട്ടൂല.
കാരണം അതൊക്കെ വലിയ വലിയ ആൾക്കാർ കുറേ പഠിച്ച് കുറേ ഭയങ്കര തക്കവ ജീവിച്ച് ഒന്നുമില്ല. സ്വർഗം കിട്ടാൻ ഒരുപാട് ഓഫറുകളാണ് അള്ളാഹ് പഠിപ്പിച്ചത്. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം എല്ലാവരും കുടിക്കുന്ന ആൾക്കാരാണ്. ഒരു ഗ്ലാസ്സിന് വെള്ളം എടുത്തിട്ട് എടുക്കുന്ന തന്നെ വിശ്വാസി ആയതുകൊണ്ട് വലത്തെ കയ്യിൽ എടുക്കുക നമ്മള്. എന്നിട്ട് കുടിക്കുമ്പോൾ ഇരുന്നിട്ടാണ് കുടിക്കുക. എന്നിട്ട് കുടിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് കുടിക്കുക. അത് തുടങ്ങുമ്പോൾ തന്നെ ബിസ്മില്ലാഹ് ചൊല്ലും. എന്നിട്ട് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. 50 കൂലി ഏറ്റവും ചുരുങ്ങിയത്. ഇസ്ലാമിൽ ഒരു നന്മക്ക് 10 കൂലി ഏറ്റവും ചെറിയ കണക്കാണ്. മാക്സിമം എത്രയോ, ചിലപ്പോൾ 700 ആവും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാവും ഹദീസ് പഠിപ്പിച്ചു ഒരു നന്മക്ക്. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വിശ്വാസിക്ക് 50 കൂലി അല്ലെ. നമ്മളിങ്ങനെ പാട്ടിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് നമ്മൾ കുടിച്ച് ഒരാളിങ്ങനെ കാത്തിക്കാണ് അടുത്ത ആൾ വെള്ളത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഒന്നുകൂടി എടുത്തിട്ട് അല്ലെ മോക്കെടുത്ത് കൊടുക്കും. സ്വതക്കന്റെ കൂടി കിട്ടി. എത്ര സിമ്പിളാണ്. ഒന്നുമില്ല, പൈസ ഒന്നും ചെലവില്ല. നമ്മളെടുത്ത ഗ്ലാസ് ഒന്നെടുത്തിട്ട് കൊടുത്തിട്ട് കുറച്ച് അത് ചിരിക്കാണ്. ഒരാളെ കാണുമ്പോൾ ചിരിച്ചാൽ സ്വതക്കന്റെ കൂലിയാണ്. ഒരു പുഞ്ചിരിക്ക് എത്ര ചെലവുള്ള ഒരു ചെലവില്ല. സ്വതക്കന്റെ കൂലി കിട്ടും. കുറെ ഒരു സ്വഹാബികൾ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. എന്താ പരാതി അറിയോ? അള്ളാഹുവിന്റെ റസൂലെ, പൈസക്കാര് എല്ലാം കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നുമില്ല. സ്വർഗത്ത് കോരന്നെ പോ, ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ നിസ്കരിക്കുന്നു, ഓരോ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നു, ഓരോ നോമ്പ് നോക്കുന്നു. പക്ഷെ ഓർക്കും അവിടെ കുറെ സമ്പത്ത് കൊടുത്തു, ഒരാ സമ്പത്ത് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. ഒരു കുറെ ദാനം ചെയ്ത് ഹജ്ജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യം പറയും. ഒന്നാമത്തെ റസൂൽ പഠിപ്പിച്ചത് ഇന്ന തസ്ബീഹ് സ്വതക്കയാണ്, തഹ്ലീൽ സ്വതക്കയാണ്, അല്ലെ തഹ്മീദ് സ്വതക്ക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, അതൊക്കെ സ്വതക്കന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് പഠിപ്പിച്ചു. എത്ര പണിയാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചെല്ലാം. എത്ര കൂലിയുണ്ട്. ഖുർആനിന്റെ ആയത്ത് ഓതിയാൽ ഒരു അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അതിന് 10 കൂലി. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് 10 അല്ല 30. എത്ര കൃത്യം പഠിപ്പിച്ചു നോക്കി. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ഫാത്തിഹ ഓതിയാല് 100-ലധികം അക്ഷരങ്ങളാണ്. എത്ര സമയം നമുക്ക് ആവശ്യമുള്ളൂ? 1-2 മിനിറ്റ്, 1 മിനിറ്റ്. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ കിട്ടുന്ന കൂലി 1000-ലധികം കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഖുർആനിലെ ഏത് സൂറത്ത് ഓതിയാൽ കിട്ടും അല്ലേ? ചെറിയ സൂറത്തുകളായ ഇഖ്ലാസും ഫലക്കും നാസും അസ്റും നസ്റും അഗ്ഫറും, അങ്ങനെ ഏത് സൂറത്ത് ഓതിയാലും ഇതിന് നേട്ടം കിട്ടും അല്ലേ? വലിയ സൂറത്ത് ബഖറയും ആല ഇംറാനും നിസാഉം മാഇദയും അതേപോലെ തന്നെ അൻആമും അൻഫാലും തുടങ്ങിയ എത്ര വലിയ സൂറത്ത് ഓതിയാലും ഇത് കിട്ടും. നമുക്ക് ഇഫ്ലുള്ള സൂറത്ത് ഓതിയാലും കിട്ടും, നോക്കിയിട്ട് ഓതിയാലും കിട്ടും, ഖുർആൻ നോക്കി ഓതിയാലും കിട്ടും, കാണാൻ ഓതിയാലും കിട്ടും, ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് ഓതിയാലും കിട്ടും, നടക്കുമ്പോൾ ഓതിയാലും കിട്ടും. കിടക്കുക, ഇങ്ങനെ ഓതുക, ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ഓതുക, കൂലിട്ട് നമ്മൾ എത്രമാത്രം നന്മകൾക്കുള്ള അവസരമാണ്. നമ്മളിങ്ങനെ പള്ളിക്ക് കയറി, അവിടുന്ന് പള്ളിക്ക് ഇങ്ങനെ കയറുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഇടത്തെ കാലിലെ ചെരുപ്പ് അയച്ചു വെച്ചു. എന്തിനാ? അവിടെ നന്മ. നമ്മൾ ആലോചിച്ച് നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇടത്തെ കാലം ആദ്യം അയച്ചത്, എന്നിട്ട് വലത്തെ കാലം അയച്ചു. കാരണം ഇടത്തെ കാലം അയക്കണം എന്നാണ് പഠിപ്പിച്ചത്. ആദ്യം അയച്ചു വെക്കുമ്പോൾ ആദ്യം ഇടത്തെ കാലം, അവിടെ 10 കൂലിയായി. നന്മയാണ്. ഒരു നന്മ, ഒരു സുന്നത്ത് നടപ്പിലാക്കിയതാണ്, പിന്നീടാണ് വലത്തെ കാലം വെച്ചത്. എന്നിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്തു? ആദ്യം വലത്തെ കാലം വെച്ചത്. കാരണം ഇടത്തെ കാലം ആദ്യം വെച്ചു വിചാരിച്ചിട്ട് അത് വെക്കാൻ നിന്നിട്ടില്ല, അത് അവിടെ വെച്ച് വലത്തെ കാലം വെച്ചു. 10 കൂലി അവിടെ കിട്ടി. അവിടെ പ്രാർത്ഥന ചൊല്ലി, അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹ് നിന്റെ കാരുണ്യത്തിന്റെ കവാടം നിങ്ങൾക്ക് തുറന്നേരണേ പ്രാർത്ഥിച്ച്. ഇനി തിരിച്ചിങ്ങനെ ഇറങ്ങും. ഇടത്തെ കാലം പുറത്തേക്ക് ആദ്യം വെക്കുക. ഇടത്തെ കാലം പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെരുപ്പിന്റെ മുകളിൽ വെക്കും, എന്നിട്ടോ വലത്തെ കാലം ആദ്യം ഇടാം. എന്തിനാ? അവിടെ ഒരു 10 കൂലി ഇട്ടാണ്ട്. ആലോചിച്ചു എത്രമാത്രം നന്മകളാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ. അപ്പൊ നേരത്തെ പോലെ ചില ആൾക്കാർ വിചാരിക്കാണ് ഞങ്ങളൊന്നും സ്വർഗത്തൊക്കെ എത്തൂല, അതിനൊന്നും ചാൻസ് ഇല്ല. എത്താൻ അവസരമുണ്ട്. വിശ്വാസികളായി പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോട് ചെയ്യുക. ഇസ്ലാമിൽ അങ്ങനെ എല്ലാത്തിനും പ്രധാനം എന്താണെന്ന് വെച്ചാല് ഈ ഈമാൻ പ്രധാനമാണ്, വിശ്വാസം പ്രധാനമാണ്. അതേപോലെ പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി ചെയ്യാം, നീയത്ത്, അതൊക്കെ വളരെ പ്രധാനമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ
കേൾക്കുന്ന ഹദീസാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോക്കിയാൽ അവരുടെ കഴിഞ്ഞ കാലത്ത് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. പക്ഷെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഒന്ന് ഈമാൻ വേണം, രണ്ട് ഇഹ്തിസാബ് വേണം, വിശ്വാസം വേണം, പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹം. എന്താ? അതായത് സ്വർഗം കിട്ടുന്ന ആഗ്രഹം വേണം. സ്വർഗത്തിന് വേണ്ടി ചെയ്യണം. നിയത്ത് മാറിപ്പോയാൽ പോയി, നിയത്ത് തെറ്റിപ്പോയാൽ ഇതൊന്നും കിട്ടൂല. ഈ പറയുന്ന ഒന്നിനും നിയത്ത് മാറിപ്പോയാൽ പിന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അവിടെ നിയത്ത് നന്നാക്കി പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ പണിയെടുക്കുക, അധ്വാനിക്കുക, എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ചെയ്യാം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയോ അതൊക്കെ ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നും നഷ്ടാവൂല. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റും വെറുതാവൂല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും വെറുതാവൂല. അവിടെ നന്മ പ്രതീക്ഷിക്കുക. ചെറുതാണ് 3 ആൾ ഇരിക്കുന്ന സീറ്റ്, 4ാമത്തെ ആൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൂലി, അക്കൗണ്ടിൽ നന്മ വന്നു. പക്ഷെ കളയാൻ എളുപ്പമുണ്ട്. ആ നന്മ കളയാൻ എളുപ്പമാണ്. എങ്ങനെ? പണ്ടാളി ചങ്ങായി ഇവിടെ ഇരുത്തിയിട്ട് എൻ്റെ ആകല്ല ഒരു പ്രാഗല്. ഇനിയിപ്പോ നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ പറയുന്നൊക്കെ അറിയില്ല. ഒരു മുറുമുറുപ്പ് അവനെ ഇരുത്തിയോടുള്ള കുടുങ്ങി ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നന്മന് കളഞ്ഞു. എത്ര എളുപ്പം! സിമ്പിൾ. വീട്ടിൽ ഉമ്മ അല്ലെ, ഉമ്മ നമ്മളെ വിളിക്കും, ഭക്ഷണം വിളമ്പിയിട്ട് തിന്നാനെ വിളിക്കുക. അപ്പൊ അവിടെ നന്മയായി. കാരണം ഉമ്മ വിളിക്കുന്ന നല്ല നൽകാൻ ആ വിളി കേട്ടത്. അപ്പൊ ആ വിളി കേൾക്കുമ്പോ നന്മയായി. പക്ഷെ ആ വിളി കുറച്ചൊന്ന് സൗണ്ട് കൂടിയിട്ട് ചെറിയ മാറ്റമുള്ളൂ. അത് ഇവിടുന്നിങ്ങനെ കുറച്ച് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ ഉമ്മമാരെ സ്വഭാവം ഉണ്ടല്ലോ, ഒരിക്കൽ വിളിച്ച് നിൽക്കൂല. ഭക്ഷണം വളർന്നിട്ട് ഒരു 15 വട്ടം വിളിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈറ വരും, ചൂടി വരും. വിളിക്കാൻ വേറെ മാർഗമല്ല. കൂലിട്ടോ ആയിമ്മ വരുന്നുണ്ട്, ഞാനിത് എഴുതി 3 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതി തീർക്കും. 3 മിനിറ്റ് കൊണ്ട് എഴുതിട്ട് പോവല്ലേ. അവിടെ കൂലിയുണ്ട്, വെറുതെ ഭക്ഷണം കഴിക്കാൻ പോകലല്ല. ആ വിളിക്കുത്തരം കൊടുത്തതിന് ഒക്കെ നന്മയാണ്, ഒന്നും നഷ്ടമല്ല. ഇങ്ങനെ ഒരുപാട് നന്മകൾക്കുള്ള അവസരം. കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ സമ്പാദിക്കുക. ഈ സമ്പാദിക്കുന്ന ആളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ കയ്യിസ്, ബുദ്ധിമാൻ. നിങ്ങളുടെ ആരെ ബുദ്ധിമാൻ എന്ന് നമ്മളെ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? എല്ലാവരും പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ബുദ്ധിമാൻ ആരാ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. രണ്ട് കാര്യം. ഒന്ന്, മനസ്സിനെ കൺട്രോൾ ചെയ്യാം. 2, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി സമ്പാദിക്കുക. ഈ 2 ബുദ്ധിയുള്ള ആളാണ്. ഇത് പരിചയപ്പെടുത്തി അതേ ഹനീഫന്റെ ബുദ്ധി ഇല്ലാത്ത ആളെ പറഞ്ഞു തന്നിട്ടുണ്ട്. കയ്യിസ് പറഞ്ഞപ്പോ തന്നെ ബുദ്ധി ഇല്ലാത്ത ആളെ പരിചയപ്പെടുത്തി. രണ്ട് കാര്യം അവിടെ. ഒന്ന്, മനസ്സിനെ ഫോളോ ചെയ്യുന്ന ആൾ, ഇഷ്ടത്തെ ഫോളോ ചെയ്യുന്ന ആൾ. മനസ്സിന്റെ ആഗ്രഹം, ഇച്ഛ എന്നാണ് പറയാം. മനസ്സിന്റെ ആഗ്രഹത്തെ ഫോളോ ചെയ്യാം. മനസ്സെന്താണ് പറഞ്ഞത് അതിനനുസരിച്ച് അങ്ങനെ പോവാം. 2, അള്ളാഹുവിനെ കുറിച്ച് അതിമോഹം വെച്ച് പുലർത്തുക. അതെന്തായാലും കുറിച്ച് തരും. കുറേ തോന്നിയ മാസം കാട്ടി വിട്ടു എന്നിട്ട് അത് കത്തെന്തായാലും എന്തായാലും കുറിച്ച് തരും. ആലോചിക്കുക. അങ്ങനെ ജീവിതത്തെ അത് ബുദ്ധിയില്ലാത്ത അടയാളം പറഞ്ഞു. അള്ള കുറച്ച് തരും. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ തൗബ ചെയ്താൽ അള്ള കുറച്ച് തരും. അള്ള കൊടുക്കാത്തൊരു പാപമില്ല കേട്ടോ. അള്ള കൊടുക്കാത്ത ഏത് പാപം കേട്ടോ. വേഗം നമ്മുടെ മനസ്സിൽ ഒറ്റ ഉത്തരം എന്താ? ശിർക്ക്. ആരാ പറഞ്ഞത്? അത് ഭയങ്കര അബദ്ധല്ലേ. അള്ള ശിർക്ക് കൊടുത്തു വരുന്നതാണ്. തൗബ ഇല്ലാതെ കൊടുത്തു തരില്ല എന്നാണ്. അത്ര ഉള്ളൂ. തൗബ ഉണ്ടെങ്കിൽ ശിർക്ക് വരെ കൊടുത്തു വരും. ഒരാൾ ശിർക്ക് ചെയ്തു, അയാൾക്ക് മനസ്സിലായി, അതാണ് തൗബ ചെയ്തു, അത് അള്ള കുറച്ച് കൊടുക്കും. പിന്നെ ഏതിനെ കുറച്ച് ലഭിച്ചാലോ, കള്ളു കുടിച്ചതോ, ലഹരി ഉപയോഗിച്ചതോ, അല്ലെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതോ, ചാറ്റ് ചെയ്തതോ, ഏതാ കുറച്ച് തരാത്ത? എല്ലാം കുറച്ച് വരും. തിരിച്ചറിഞ്ഞാണ്ട് നമ്മൾ മാറാൻ തീരുമാനിച്ചു. നമ്മൾ തെറ്റ് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. മറ്റന്നാൾ പറഞ്ഞ അള്ളാഹിക്ക് കുറച്ച് നമ്മൾ ആലോചിച്ചു. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മളുടെ ജീവിതം നമ്മള് സാധാരണ പറയുമ്പോൾ ഇന്നിപ്പോ ക്ലാസ്സിന് വരുമ്പോൾ ഒരു ആപ്പിൾ കൊണ്ടുവന്നു. ഒരു ആപ്പിൾ എന്നിട്ട് ഇവിടെ വെച്ച് മറന്നുപോയി. അടുത്ത ആഴ്ച വന്നാൽ എന്താവും? ചീഞ്ഞിട്ട് നാറിയിട്ട് നിൽക്കാൻ കഴിയില്ല. സാധനം ദുനിയാവിലെ ഏത് സാധനം ചീഞ്ഞാൽ കേട് വന്നാൽ ദുർഗന്ധം വരും. ആലോചിക്കുക. നമ്മുടെ ഹൃദയം എങ്ങാനും
ഹൃദയമെങ്ങാനും ആ നിലക്ക് മോശമായതിന്റെ പേരിൽ ദുർഗന്ധം വന്നിരുന്നെങ്കിൽ നമ്മളടുത്ത് ആലോചിക്കുക. നമ്മൾ ആലോചിച്ചോക്കി, അതിന്റെ ദുർഗന്ധം ഇല്ലാത്തൊരു സിസ്റ്റം അവിടെ ഉണ്ടാക്കിയത് അള്ളാന്റെ ഒരു കാരുണ്യം. നമ്മളടുത്ത് ഒരാളിരിക്കൂല ശരിക്കും. നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, നമ്മളെ കുടുംബക്കാര്, നമ്മളെ കൂട്ടുകാര്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആള് അല്ലെ, വിളിച്ചിട്ടില്ല, വിളിക്കാത്തതിന്റെ പേരിൽ അടുത്ത് വരാതിരിക്കുമല്ലോ. ഈ ദുർഗന്ധകാലം പുറത്തു വന്നെങ്കിൽ നമ്മളെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ കേടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത ഡോട്ട് ഇടുന്ന, കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിന്റെ കളറിൽ സംശയമില്ല, കറുത്തതാവും. പക്ഷെ ഒളിപ്പിക്കാൻ ഒരു പ്രശ്നമല്ല. എന്ത് ചെയ്താൽ മതി? തൗബ ചെയ്താൽ മതി, ഇസ്തിഗ്ഫാർ ചെയ്യും, റബ്ബിനോട് പറയാം സംഭവിച്ചു പോയിട്ടുണ്ട്, പുറത്തേക്ക് അല്ല. ഇതിങ്ങനെ പറയുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവും. ഒരു തെറ്റ് നമ്മൾ ചെയ്ത് സംഭവിച്ചു, ചെയ്യാൻ വിചാരിച്ചതല്ല, ചെയ്ത് എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഷ്ടം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു. കാരണം എളുപ്പം മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞത്, ഒരാള് മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ മുകളിൽ കുറച്ച് സാധനമായിട്ട് അങ്ങനെ യാത്ര പോവാണ്. ഉറക്കം വന്നപ്പോൾ അവിടെ ഉറങ്ങി. ഒട്ടകത്തിന് എണീറ്റപ്പോ ഒട്ടകം കാണുന്നില്ല, മരുഭൂമിയാണ്, ഒട്ടകമില്ല, ഭക്ഷണമല്ല, വസ്ത്രമല്ല, ഒന്നുമില്ല. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. മരുഭൂമിന്റെ ഒരു പ്രത്യേകത എന്താ? അങ്ങനെ ബാക്കിയായ ഒരാളുടെ ബാക്കിയായി തീർന്നു. അവിടെ തന്നെ സ്വയം ഒഴിവെച്ചിട്ട് അവിടെ കിടന്ന അതോടുകൂടി തീർന്നു. കാരണം ബാക്കി കാറ്റ് വന്നിട്ട് മൂടിയിട്ട് ശരിയാവും. അതാണ് മരുഭൂമിന്റെ പ്രശ്നം. മരിച്ചു ഉറപ്പിച്ച്, തീർന്നു ഉറപ്പിച്ച്, അങ്ങനെ ബോധം പോയി. പെട്ടെന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ മുമ്പിലൊരു നമ്മളൊട്ടകം പോയ നഷ്ടപ്പെട്ട മൃഗം, ഭക്ഷണം ഒക്കെ തിരിച്ചെത്തി. അപ്പോ പറയുന്ന വാക്ക് വരെ ഹദീസ് പറഞ്ഞുണ്ട് അല്ലേ? അല്ലാഹുമ്മ അൻത അബ്ദി അന റബ്ബുക, റബ്ബേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. പറഞ്ഞുപോയ വാക്കാണ്. കാരണം സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം അത്രയും വലിയ സന്തോഷം. എന്നിട്ട് ഈ സംഭവം പറഞ്ഞെന്ന് എന്തിനറിയോ? ഇതിനേക്കാളും വലിയ സന്തോഷമാണ് അള്ളാന്റെ അടിമ തെറ്റു ചെയ്തിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ റബ്ബിനുണ്ടാവുക. ആലോചിച്ചോക്കെ, ആ റബ്ബാണ് നമ്മളെ റബ്ബ്. പിന്നെ നമുക്ക് എന്തിനാ ബേജാറ്? തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്. കാരണം സാഹചര്യം എങ്ങനെയായിരുന്നു, പ്രായം എങ്ങനെയായിരുന്നു, കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു, അവസരങ്ങൾ എങ്ങനെയായിരുന്നു ഒക്കെ ഉണ്ടാവും. പലതും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹോട് പറയാം, അള്ളാഹ് പുറത്തു വരും. ഇതാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നിലക്ക് ജീവിതത്തെ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം. ഒരുപാട് നന്മകൾ ഇങ്ങനെ വാരിക്കൂട്ടണം. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ പോകുമ്പോ അവിടെ സന്തോഷമാണ്. വലത് കയ്യിൽ ഇങ്ങനെ ഗ്രന്ഥം വാങ്ങും. പഠിപ്പിക്കണം. അവിടെ ഇങ്ങനെ 19ാമത്തെ ആഴ്ച മുതൽ ഇങ്ങനെ കാണാൻ പറ്റും. വലത് കയ്യിൽ ഇങ്ങനെ ഗ്രന്ഥം വാങ്ങിയിട്ട് ആൾക്കാർക്കിടയിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഓടിപ്പോകുന്ന, എന്നിട്ട് ഇങ്ങനെ പറയും, എന്റെ കിതാബ് വായിച്ചു നോക്ക്, കിട്ടിപ്പോയി, ജയിച്ചു, 1ാം റാങ്ക് കിട്ടിയ, PSCക്ക് ജോലി കിട്ടി, PSC എഴുതി ജോലി കിട്ടിയ, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഉന്നതമായ റാങ്ക് കിട്ടി, ദുനിയാവിലെ സന്തോഷത്തിന് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കുടുംബക്കാരുടെ അടുക്കലേക്ക്, കൂട്ടുകാരുടെ അടുക്കലേക്ക് പോയിട്ട് ആ സന്തോഷത്തിന്റെ വർത്തമാനം ദുനിയാവിൽ പരലോകത്തില് അതേപോലത്തെ ഒരു രംഗാണ് അല്ല പറയുന്നത്. വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് സ്വർഗത്തിലേക്കുള്ള ആ താക്കോലും വാങ്ങിയിട്ട് എങ്ങനെ പോവാണ്. എന്നിട്ട് പോയ എന്ത് കാരണം പറയുന്നത് അവിടെയാണ് പ്രധാനം. ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാൻ മാത്രമല്ല, എന്നിട്ട് അവിടെ 1ാമത്തെ കാരണം എന്താ? ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന് ഞാൻ നേരത്തെ കണക്കൂട്ടി, എനിക്ക് നേരത്തെ അറിഞ്ഞു, അവിടെ ഞാൻ അതിനനുസരിച്ച് പണിയെടുത്തു, അതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. എന്നിട്ട് ഇങ്ങനെ സുഖസുന്ദരമായ ജീവിതത്തെ അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് അവർക്ക് ഇങ്ങനെ പോവാം, അവിടെ അടിപിടിച്ച് അടിച്ചു പിടിച്ചിരിക്കാം. അതേ സംഗതി അടുത്തൊരു ടീമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടാവാം. അതേ സൂറത്ത് കുറച്ചപ്പുറത്ത് പോയാൽ ഈ സ്വർഗാവകാശിയെ കുറിച്ച് പറഞ്ഞിട്ട് നരകാവകാശി ഏതാ? ഇടത് കയ്യിൽ ഗ്രന്ഥം വാങ്ങിയ ആള് അങ്ങനെ പായൊന്നുമില്ല, സന്തോഷമൊന്നുമില്ല. അവനെന്താ പറയാ? നിനക്ക് കിതാബ് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ ഒരു വിചാരണ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ
ബേജാറ് പറയുന്ന കാരണം ഇതൊരു മാർഗമല്ലല്ലോ, കഴിഞ്ഞല്ലോ, രക്ഷപ്പെടാൻ മാർഗമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് കൂട്ടിയതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒരു ചെറുതോ വലുതോ ഒന്നും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല, എല്ലാം ഉണ്ടല്ലോ ഒന്ന് ബേജാറ് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏറ്റവും കൃത്യം ജീവിതം ഇപ്പൊ ഇതുവരെ എത്ര പോയി, സമയം പോയത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതുവരെ എത്ര സമയം പോയിട്ടുണ്ട്, ഇനി നമ്മൾക്ക് മുമ്പിൽ എത്ര സമയമുണ്ട്, എത്ര സമയം എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും കുറച്ച് സമയം ഉണ്ടാവും വിചാരിക്കുക, എന്നിട്ട് പരമാവധി അധ്വാനിക്കുക, എന്നിട്ട് ഓരോ നന്മകളും ജീവിതത്തിൽ ഇങ്ങനെ പെറുക്കി കൂട്ടുക. നന്മകളുടെ ഇനി ഇങ്ങനെ പൂന്തോട്ടാണ് ഇനി വരുന്നത്, റമദാനാണ് വരുന്നത്, പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഏറ്റവും നല്ല റമദാനാക്കി മാറ്റാം. ഓരോ റമദാൻ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും കുറേ ചെയ്യണമെന്ന് വിചാരിച്ചതിന് പക്ഷെ ഒന്നും നടന്നില്ല. ഈ റമദാൻ വളരെ വേഗതയിൽ പോകും, സംശയമൊന്നുമില്ല. പക്ഷെ പ്ലാൻ ചെയ്യാം, കൃത്യമായി സമയത്ത് പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. സമയത്തിന്റെ പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് പ്ലാൻ ആക്കിയില്ലെങ്കിലും സമയം അങ്ങനെ പോകും. ആലോചിച്ചത് ഇന്ന് രാവിലെ മുതൽ രാത്രി ആയത് എങ്ങനെ, അതങ്ങനെ പോയി. കാരണം ഇന്നത്തെ സ്കൂളുണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോലിയായിരുന്നു, ഇതൊന്നും ഇല്ലാത്ത ഞായറാഴ്ച ഉണ്ടായിരുന്നു, ഇതൊന്നും ഇല്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു, സമയം അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയം തീര് പഠിക്കാൻ. നമ്മളിങ്ങനെ വ്യാഴാഴ്ച അത് മാസത്തിൽ ഒരിക്കലോ രണ്ടോട്ടോ നമ്മളിങ്ങനെ ഇരിക്കും. ഇത് മാത്രമാണോ? അല്ല, ഞാൻ കൃത്യമായിട്ട് ഓരോ ദിവസവും ഒരു അരമണിക്കൂർ തീര് പഠിക്കും. സംവിധാനം ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങളും യൂട്യൂബും അതിൻ്റെ ചാനലുകളൊക്കെ കയറിയാൽ ഇഷ്ടം പോലെ ചാനൽ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട്. എത്ര ദർസുകൾ കേൾക്കാം, ഏതൊക്കെ വിഷയത്തിലുള്ള ക്ലാസ് നമുക്ക് കേൾക്കാം, വായിക്കാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയം, അത് സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയം, അങ്ങനെ എല്ലാ ദിവസവും പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കൃത്യമായി ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗം. അപ്പൊ നമ്മൾ റീചാർജ് ആവും, ഈമാനിന് റീചാർജ് ആവും, നന്നാവാൻ ശ്രമിക്കും. അപ്പൊ ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയും. അങ്ങനെയാണ് ജീവിതത്തെ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു. ഇതിനൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നാം ചെയ്യുന്നതിൻ്റെതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടത്. നമ്മളെ ചങ്ങാതിമാർ ചെയ്തത്, മറ്റുള്ള ആളുകൾ ചെയ്തത് കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം. അങ്ങനെ ഒരു ബുദ്ധിപരമായ ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓരാണ് ശരിയായ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അധ്വാനിക്കുന്നു, അതിന്റെ വരുമാനം ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആ ഒരു സിസ്റ്റം ഇസ്ലാമിലുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് കിട്ടിയത് ഇത് മനസ്സിലായല്ലോ, തൗഹീദ് മനസ്സിലായി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ, കൃത്യമായി മനസ്സിലായി. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഇവിടെ വന്ന ആൾക്കാരുണ്ട്, കുട്ടികൾ സ്കൂൾ കോളേജിലുള്ള കുട്ടികളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ കോളേജിലുള്ള കുട്ടികളുണ്ട് കുറേ ഉണ്ടല്ലേ. ഇപ്പൊ വന്നതിന്റെ ശേഷം 400-500 അല്ലേ. ആ കുട്ടികള് നമ്മളിങ്ങനെ വിളിക്കുക, ഒരു ക്ലാസ് കഴിഞ്ഞ അടുത്ത ക്ലാസ് നമ്മളെ മനസ്സിലാക്കി അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ വ്യാഴാഴ്ച നമുക്കൊരു ക്ലാസ് സിസ്റ്റം ഉണ്ട്. ശരി, ആ ക്ലാസ്സിലേക്ക് നമ്മളെ ഇന്ന ചങ്ങായിമാരെ നമ്മൾ വിളിക്കും തീരുമാനിച്ചു. എന്നിട്ട് ഞാനൊരു 5 ആളെ ലിസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഈ 5 ആളെ ഈ ഒരാഴ്ചൻ്റെ ഇടയിൽ ഓരോന്ന് പേഴ്സണലി കണ്ട്, എടാ ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു, നമുക്ക് പഠിക്കണം, കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ കുറേ മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പോലെ തോളിൽ കൈയിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോരാളിങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. 5 ആളെ വിളിച്ചു. 5 ആൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടി കിട്ടും. പക്ഷേ ഏതൊക്കെ ഒരാൾ വന്നു, നമ്മളാലോചിച്ചു നമ്മളിങ്ങനെ വിളിച്ചപ്പോൾ ഒരിക്കലും വരൂല എന്ന് നമ്മൾ വിചാരിക്കരുത്. പലപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ട്. ഓനൊന്നും ഒരിക്കലും വരില്ല, ഓനെ വിളിക്കുന്നത് ഇങ്ങനെ പറയാം. വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന അത്തരം ആളുകളൊന്ന് വിളിക്കുക. എന്നിട്ട് അത്തരം ആളുകളെ സദസ്സിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അന്ന് ചിലപ്പോൾ മോളിച്ച് എടുത്തിട്ട് സാർ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വിളിക്കുക. എടാ അന്ന് നീ വന്നിട്ടില്ല, സാരല്ല, കുഴപ്പമില്ല, നല്ല ക്ലാസ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ വിഷയമൊക്കെയാണ് ഉണ്ടായത്, 1 മിനിറ്റ് ഒരു വോയിസ് വാട്സപ്പ് ഇടുക. നമ്മൾ ഇവിടുന്ന് പഠിച്ചതൊക്കെ 1-2 മിനിറ്റ് ചുരുക്കിയിട്ട് അതിൽ വോയിസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നന്മോട്ട് പറഞ്ഞു കൊടുക്കലുമായി. അപ്പോൾ അങ്ങനെ മനസ്സിലായി ഞാൻ പോകണമായിരുന്നു, സാരല്ല, കുഴപ്പമില്ല, അടുത്ത ആഴ്ച നീ വരും ഇൻഷാല്ലാ, നമുക്ക് ഞാൻ ഓർമ്മപ്പെടുത്താം. അതെങ്ങനെ ആ നിലക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടിരുന്ന സിസ്റ്റം നമ്മൾ ആലോചിക്കുക. അങ്ങനെ കൊണ്ടുവന്നാലുള്ള ഗുണം എന്താ? അങ്ങനെ കൊണ്ടുവന്നാൽ നേരായാൽ അവൻ്റെ അടുത്തുള്ള തിന്മ ഒഴിവാക്കി. അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഏലസ് ഉണ്ടായിരുന്നു, മറ്റേ വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു, അവനിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ക്ലാസിന്റെ ഇടയിൽ കിട്ടി
ഏജസ് കിട്ടി, അവൻ ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമായി, സ്വർഗം പോയി, ഓനെ കർമ്മങ്ങൾ മൊത്തം ബാധ്യതയായി. അതായിപ്പോ ഈ നൂല് കെട്ടിയത് ഓ മനസ്സിലായി, ഓനതാണ് കുറിച്ചറിഞ്ഞു. ഓനെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി. ഓനെ കിട്ടുന്ന മുഴുവൻ നന്മകളും നമ്മളെ അക്കൗണ്ടൊക്കെ കൂടി വരും. നമ്മൾ സുബഹിസ്കരിക്കുമ്പോൾ 2 സുബഹിസ്കാരത്തിന് കൂടി ഇട്ടു. ഓ നേരായി, ഓർക്ക് കറക്റ്റ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഓന് ശരിയായ നിലക്ക് ഓന്റെ വിശ്വാസം ശരിയാക്കി കർമ്മങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കുമ്പോ ഓരോന്റെ നാട്ടിൽ പോയിട്ട്, ഓരോന്റെ നാട് നമ്മളിത് കണ്ടിട്ട് വരണ്ടാവില്ല, ഓ നാട്ടിൽ പോയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ മുമ്പ് നിന്നു. പൈസ കൊടുത്തിട്ടില്ല, പക്ഷെ ആ നാട്ടില് പിന്നെ പള്ളിയുമായി നമ്മൾ ചർച്ച വന്നപ്പോ മുമ്പിൽ നിന്ന് ചർച്ച നടത്തിയിട്ട് 3 ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് അവിടുത്തെ ഒരു മാമ അല്ലെങ്കിൽ വല്യമ്മന്റെ സ്ഥലം അയാളെ ഓഫർ വാങ്ങിയിട്ട് വേറെ അറബിന്റെ കവി പൈസ ചെലവാക്കിയിട്ട് തരൂ. അപ്പൊ സൂചിപ്പിച്ചത് നമ്മൾക്ക് നമ്മുടെ കർമ്മങ്ങൾ മാത്രം പോരാ, നമ്മൾ വേറെ ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താനുള്ള ശ്രമം നടത്തണം. കൊണ്ടുവന്ന ഒരാള് അയാൾ നാട്ടിൽ പോയി അവിടെയുള്ള ഒരു പള്ളി ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ അവിടെ പള്ളി വന്നു, അവിടെ വീടുന്ന മുഴുവൻ സുജൂദിന്റെ കൂലി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ആൾക്കുണ്ട്. അത് തൗഹീദിന്റെ ഒരു പള്ളി, തൗഹീദ് പ്രസംഗിക്കുന്ന, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പള്ളി നാട്ടിൽ കൊണ്ടുവന്നാൽ അതിലിടപെട്ടത് നമ്മൾ അന്ന് ഇത്തരം ക്ലാസ്സിലേക്കോ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ ആ നിലക്ക് എന്തെങ്കിലുമൊക്കെ ഇടപെടരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ട് വലിയ നന്മകൾ എന്ത് ചെയ്യാം നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ അറിയാത്ത കുറേ ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിന് അവർക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ഇങ്ങനെ തമാശക്ക് ചോദിക്കുക. ഇപ്പൊ ഇന്ന് പോകുന്നൊരു ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ ഇതിനുവേണ്ടി എന്നെ വിളിച്ച ആളുണ്ട്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജ് അയച്ച പോസ്റ്റർ ഉണ്ടാക്കിയ ആളുണ്ടാവും. ഇത് പോസ്റ്റർ ആരാ ഉണ്ടാക്കല്? ഈ കൂട്ടത്തിലുള്ള ആളാ ഇന്നത്തെ ക്ലാസ്സിന്റെ പോസ്റ്റർ ആരാ ഉണ്ടാക്കല്? ശരി, ആ പോസ്റ്റർ കണ്ട ആൾക്കാരെ നമ്മളെല്ലാവരും അല്ലെ, നമ്മൾ വെറുതെ ഞാൻ എത്ര ആൾക്കാർക്ക് ആ പോസ്റ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്? ഒരു 5 ആൾക്കെങ്കിലും അയച്ചു കൊടുത്ത എത്ര ആളുകൾ? ആളുകൾ എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തരം എന്താ? നമ്മളാരും വിളിക്കൂല. ഇത് നമ്മൾ തിരുത്താൻ തീരുമാനിച്ചാൽ ഇത് നിങ്ങളതല്ല, എപ്പോഴും തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ എപ്പോഴും പറഞ്ഞ പോകുന്ന കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇതിന്റെ ക്ലാസ് കിട്ടും, ഞാൻ വരും തീരുമാനിച്ചോ കണ്ടില്ല, നമ്മൾ ഇവിടെ എത്തിയല്ലോ, കാരണം നമ്മളത് തീരുമാനമാണത്. പക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ ആ സൽമാനെയും സാബിറിനെയും സുലൈമാനും എന്ത് ചെയ്യും, ഞാൻ വിളിക്കും. അവർക്ക് മെസ്സേജ് അയച്ചിട്ട് എടാ ഇങ്ങനെ ആഴ്ചക്ക് 2 ആഴ്ച ഒരിക്കൽ നടക്കുന്ന ക്ലാസ്സാണ് ഇവിടെ, ഈ പേര് നമുക്ക് ഒരുമിച്ച് പോവാം, എപ്പോഴെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിലക്കൊരു ക്ഷണം, ഒരു വരുവില്ല എന്നൊക്കെ പറയാം. വരൂല നമ്മൾ തീരുമാനിക്കണ്ട, നമ്മൾ വിളിക്കുക, ക്ലാസ്സിൽ വിളിക്കുക. അതേപോലെ തന്നെ അത്ര നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയത്, നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയ സാധനം ഒരു അയച്ചു കൊടുക്കുക, നീ ഒന്ന് കേൾക്കണം എന്ന് പറയാം. അങ്ങനെ ആളുകൾ ഇതിലേക്ക് ക്ഷണിക്കാനുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചില പണികൾ, ചില അധ്വാനങ്ങൾ അല്ലെ, നമ്മളെ കുട്ടികൾ മാത്രമല്ല, നമ്മളെ വയസ്സായ ആൾക്കാരുണ്ട്, യൂത്ത് ലെവലിലുള്ള ആളുകളുണ്ട്, നമ്മളെ 40-35 ഏജുള്ള ആൾക്കാർ നമ്മളെ കുറിച്ചിലുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മളെ കോണ്ടാക്റ്റിൽ എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഉണ്ടാക്കി ഓ സ്റ്റാറ്റസ് ആക്കി ഓ ഷെയർ ചെയ്താ എത്ര ആൾക്കാർ കിട്ടുക? ഈ ആൾക്കാർക്ക് കിട്ടുക, ഈ ആൾക്കാർക്ക് കിട്ടും. ശരി, ഓ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടാൽ ഈ ആൾക്കാരിലേക്ക് എത്തും, ശരിയല്ലേ? പക്ഷെ ഈ ആൾക്കാരിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മളെ സ്റ്റാറ്റസ് ഇടാൻ എത്ര മണിക്കൂറാണ് വേണ്ടത്? നമ്മളെ വാട്സപ്പിൽ ഇതൊന്ന് സ്റ്റാറ്റസ് ആക്കാൻ എത്ര സമയം വേണം? 1 മിനിറ്റിന്റെ താഴെ അല്ലെ, 10 സെക്കൻഡ് മതി എന്നൊന്ന് ഷെയർ ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ. 100 ആൾ ചുരുങ്ങിയത് കാണും, 100 ആൾ ചുരുങ്ങി കാണും. ഒരു പേര് വലിയതൊക്കെ വിടും. നമ്മൾ സ്റ്റാറ്റസ് വിടുന്ന എന്തിനാ? എന്നെ അതിലൊക്കെ ഒരു ടെക്സ്റ്റ് വിടാം, ഓളാ വെൽക്കം, ഞങ്ങൾ വരി എന്നൊക്കെ ഒരു ടെക്സ്റ്റ് കൂടി ഇട്ടാൽ അവരെ ക്ഷണിച്ചു. ഒരു പേര് വലിയ എന്നൊക്കെ പറയാം, നമ്മൾ ക്ഷണിച്ചല്ലോ. ചെയ്യാം, ഒരു പണിയില്ല, വളരെ ചെറിയ പണി. ഇനി അല്ലെങ്കിൽ ആ പോസ്റ്റർ നമ്മളുടെ ഇടയിൽ ഒരു പ്രിന്റ് എടുത്ത് 2 രൂപ കൊടുത്താൽ ഒരു 2 പേപ്പർ 4 പേപ്പർ ഒരു A4 4 പീസാക്കി 4 നോട്ടീസ് ആക്കിയിട്ട് എടുക്കുക, എന്നിട്ട് കീസിലിട്ട് നടക്കുക. ആ പോസ്റ്റർ ഇറങ്ങിയിട്ട് 2 ദിവസം സമയം ഉണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആൾക്ക് എടാ പിന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾ മറക്കാതെ ചത വരണം, അത് കൊടുത്ത് അത് ദയവാണ്. ഓ വരുമില്ല എന്നൊക്കെ പറയാം. നമ്മളൊരാളെ കുറിച്ച് വരൂലാന്ന് തീരുമാനിക്കരുത്. ആളുകൾ വരും, ആളുകൾ വരും. നമ്മൾ അധ്വാനിക്കുക, നമ്മളോട് പറഞ്ഞ പണിയെടുക്കാനാണ്, നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞു. നമ്മളോട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് കൊടുക്കണം ഭാഗ്യം. അള്ളാഹ് തൗഫീഖ് കൊടുത്ത ആൾക്കാർക്കേ കിട്ടുള്ളൂ. പക്ഷെ നമ്മളോട് അധ്വാനിക്കാനാണ് പറഞ്ഞു. നമ്മളാണെങ്കിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയ അതേ സ്വർഗത്തൊക്കെ ഞങ്ങൾ പോട്ടെ.
അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് കിട്ടി, മനസ്സിലായി, തൗഹീദ് കൃത്യമായി ബോധ്യപ്പെട്ടു. നേരെ പോയി നാട്ടിലേക്ക് ഗിഫാർ ഗോത്രത്തേക്ക് പോയി. ഒരു വീട്ടിൽ കയറി. എന്നിട്ട് അവരിങ്ങനെ തൗഹീദ് പറഞ്ഞു കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ബിംബത്തിന് ആരാധിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ശരിയായ ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. ഓരോ അശ്വതല്ല ചൊല്ലി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. അടുത്ത വീട്ടിൽ കയറി, അവിടെ പറഞ്ഞു കൊടുത്തു. അടുത്ത വീട്ടിൽ, അങ്ങനെ നാട് മൊത്തം എല്ലാ വീട്ടിലും എല്ലാവരും, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. നിർത്തിയില്ല, അപ്പുറത്തെ നാട്ടിൽ പോയി. തൊട്ടപ്പുറത്തെ നാട്ടില് അവിടെ ഇതേപോലെ ഓരോ വീട്ടിൽ കയറി ഇറങ്ങി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. എല്ലാവരും സ്വീകരിച്ചു. പിന്നീട് ഒന്നാം റസൂലിന്റെ അരികിലേക്ക് വലിയൊരു സൈന്യവുമായി ഇങ്ങനെ വരിക. ആര്? അദ്ദേഹം ചെയ്ത ആ പണി നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ട്, അല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ലോകം നിയന്ത്രിക്കുന്നത് വരെ കഴിഞ്ഞ 35 കൊല്ലം മുമ്പ് മരിച്ച ആളാണ് എന്ന് വാദിക്കുന്ന നാടാണ്. CM എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ചിറ്റടി മീത്തൽ എന്ന സ്ഥലത്ത് ജീവിച്ച് മരിച്ചു പോയ അബൂബക്കർ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അയാളെ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയായ മലയാളത്തിൽ പ്രസംഗിച്ചും എഴുതിയും സംസാരിച്ചും കൊണ്ടിരിക്കുന്നത് കാലം. കയ്യിലും നൂലിലും എവിടെയൊക്കെ കെട്ടാൻ പറ്റൊക്കെ എല്ലായിടത്തും ഏനസുകൾ കെട്ടി അതിൽ എല്ലാം ഏൽപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ. ശിർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, അത്രയും കൂടുതലാ. ദർഗന്റെ മുമ്പിൽ പോയിട്ട് ഞങ്ങളെ ബേജാറ് കാണുന്നില്ലേ എന്ന് പറഞ്ഞിങ്ങനെ അതിനോട് പറയുന്ന അവസ്ഥ. ഒരു കല്ല് അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടാൽ അതിനോട് ചോദിക്കുന്ന അവസ്ഥ. എന്തൊക്കെ ജാരങ്ങളാണ് നമ്മുടെ നാടുകളിലുള്ളത്, ഏതൊക്കെ മക്കബറകൾ പേരുള്ളതും അറിയാത്തതും ഒരേ പേരിൽ എത്ര ജാരങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ളതാണ് ഒരുപാട്. ഇതൊന്നും അറിയുന്നില്ല ആളുകൾക്ക്. അപ്പോൾ ഈ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളാ. ഇനി നാട്ടിൽ അഭിമാനമൊന്നും വരാനില്ല. പ്രവാചക ശൃംഖല അവസാനിച്ചിട്ടുണ്ട്, ഇനി വരാനില്ല. അപ്പോ ഇനി നമ്മുടെ നാട്ടിൽ തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. തിരിച്ചറിഞ്ഞ നമ്മളാണ്. ഇതറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കുക? എല്ലാവർക്കും ഇങ്ങനെ പ്രസംഗിക്കാനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനും കഴിയില്ല. നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനില്ല. ഓനെ വല്ല കുടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും കൊണ്ടുവരിക. അപ്പൊ അവിടുന്ന് കേട്ടോളൂ, നമ്മളെ ദൗത്യം കഴിയും. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പരലോകത്ത് നമ്മളിങ്ങനെ സ്വർഗത്ത് പോകുമ്പോ ബാക്കിന്ന് കോളർ കുടിക്കും. കേൾക്കാണ് അള്ളാഹുവിനോട് പരാതി പറയും. ഇതെല്ലാം എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, ഓ ഇതുകൊണ്ട് നടന്നതാണ്. ആലോചിച്ചു എത്ര നമുക്ക് പറയണം, ഞാൻ ആ ക്ലാസ് കുടിച്ചിട്ടില്ലേ, ഇവിടെ എന്തൊക്കെ ഞാൻ പറഞ്ഞത്, എന്തൊക്കെ അയച്ചാൽ നീ ഒന്നും നോക്കിയില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മളെന്ത് സാധനമാണ് പറയാൻ. ഓരോ ചെയ്തോ ഇല്ലേ സ്വീകരിച്ചോ ഒക്കെ പറയാൻ നമ്മളത്തെ അവസരങ്ങൾ ചെയ്തതായിട്ട് നമ്മളടുത്ത് കുറെ റെക്കോർഡുകൾ ഉണ്ടാകണം. വാതിലൊക്കെ നേടണം, അധ്വാനിക്കണം. അതിന് ഈ ഒരു പ്രായത്തിലുള്ള ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റുഭാഗത്ത് എത്ര ആൾക്കാരുണ്ട്? ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യന്മാരുണ്ട്. പല തിരക്കിൽ ജീവിക്കുന്ന ആളുകൾ. അതിന് അന്നങ്ങനെ അരിച്ചെടുത്ത ആൾക്കാരെ നമ്മളല്ല. ഇത് കേൾക്കാനും ഇത് ചിന്തിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനും തീരുമാനങ്ങളാക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അത് നിലനിർത്താൻ പരമാവധി പരിശ്രമിക്കുക. ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരു ആഴ്ചയിൽ ഒന്ന് ഒരുമിച്ച് ഇരുന്ന് ഈ ആഴ്ച എന്തൊക്കെ ചെയ്യാം. മീറ്റിംഗ് എന്നൊക്കെ പറയുമല്ലോ, മീറ്റിംഗ് കൊടുക്കുക. ഒരു 5 ആൾക്കാർ ചെറിയ കമ്മിറ്റിയായി നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് ആക്കി ഒരുമിച്ച് ഇരുന്ന് എന്നിട്ട് ഒരാഴ്ച പള്ളിയിൽ ഇരിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എന്നിട്ട് ചർച്ച എന്താ, നമുക്ക് ഈ ഒരാഴ്ച എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ഈ ചുറ്റുഭാഗത്ത്. അടുത്ത ആഴ്ചത്തെ ചർച്ചകൾ എന്താ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ചർച്ച ചെയ്താൽ അത് നമ്മൾ മിസ്സായി, അപ്പൊ അത് ഈ ആഴ്ച കൊണ്ടുവരാം. ഇങ്ങനെ ചർച്ച നടത്തി ഈ ഒരാഴ്ച 1 മാസം ഇങ്ങനെ ചർച്ചകൾ നടത്തി ദഅ്വ രംഗത്ത് ചെറിയ പണികൾ ചെയ്താൽ വലിയ കൂലി. ഞാൻ പോസ്റ്റ് ഉണ്ടാക്കാം, ഞാൻ ഷെയർ ചെയ്തോളാം, ഞാൻ കണ്ടന്റ് എഴുതിക്കോളാം. ഇങ്ങനെ ഓരോരാൾ ഓരോ പണിയെടുത്തു. ഇങ്ങനെ ഓരോരാൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ കിട്ടും. പല ആൾക്കാർ നമ്മൾ അറിയാത്ത ആളുകൾ ഇതിലേക്ക് വരും. അവർ ചെയ്യുന്ന നന്മകൾ നമ്മളെ കൊണ്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ലക്ഷ്യം നമ്മളുടെ ഉണ്ടാവണം. പിന്നെ വാനൽക്ക് ഇവിടെ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാനൽക്ക് എന്ത് ചെയ്യാം, കൂടെ കൂട്ടത്തിൽ ചേരുകയും ഒരുമിച്ച് നിൽക്കുകയും മറ്റുള്ള ആളുകളെ കൊണ്ട് നമ്മളിങ്ങനെ വരുന്നതിനപ്പുറത്ത് നമ്മൾ വരുന്നുണ്ട് അൽഹംദുലില്ലാ, അത് നിലനിർത്താൻ ശ്രമിക്കണം. ഒരു സംശയമില്ല, അത് പരമാവധി ഉറപ്പിച്ചു നിർത്തുക. ഇനി പുതിയ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. വരുമോ ഇല്ല എന്നൊക്കെ വിഷയം പറയാണ്. ആളുകൾ പലതും ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ
അബൂ സുഫിയാന്റെ ചരിത്രം നമുക്കറിയാം. ബദറും ഉഹുദും ഖന്തഖും തുടങ്ങിയ വലിയ വലിയ യുദ്ധങ്ങളിൽ അമീറിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ പക്ഷെ അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആളുകൾ വരും, ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കുന്ന വലിയ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നത് കാണാൻ കഴിയും. ചില ആൾക്കാരെ പേരെടുത്തിട്ടൊക്കെ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് വേണ്ടി പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. അല്ലാഹു രണ്ട് ഉമറിൽ ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തി നൽകണേ പ്രാർത്ഥനയാണ്. എന്തിനാ? ആ ഉമർ വന്ന കുറെ മാറ്റമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നല്ല ചക്കരുണ്ട്, നമ്മുടെ നാട്ടിൽ നല്ലൊരു മുതലാളി ഉണ്ട്. അയാൾ നമ്മളിലേക്ക് വന്നാൽ നമ്മളത് ഈ നന്മയുമായി ബന്ധപ്പെട്ടൊക്കെ നിന്നാൽ ഒരുപാട് ഗുണമുണ്ട്. കുറെ സാമ്പത്തിക സഹായം ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അയാൾ പേരെടുത്ത് പ്രാർത്ഥിക്കുക, അല്ല അയാളൊന്ന് സ്വർഗത്തിലാക്കണമല്ല, അയാളെ നമ്മളെ കൂട്ടത്തിലാക്കണമല്ല, അയാളെ നമ്മളെ ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു അല്ലെ ചെറിയ സമയത്ത് അള്ളാഹ് ഉത്തരം കിട്ടിയാൽ അത് കിട്ടി, അയാളെത്തി. നമ്മളെ പ്രാർത്ഥനയിലാണ് അൽഹംദുലില്ലാ, അത് തൗഫീഖാണ്. ചില ആൾക്കാർ കിട്ടും, ചില കിട്ടൂല. അപ്പൊ നമ്മൾ പണിയെടുക്കണം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ആളുകൾ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഒരു നമ്മുടെ പ്രവർത്തകന്റെ ഭാര്യ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബോധം കെട്ട് വീണ് പിന്നീട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ഇത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ആളുകളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുണ്ട്, പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാ നിലക്കും ഏറ്റവും എളുപ്പത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകൾ, സഹിക്കാൻ പറ്റാത്ത വേദനകളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഇല്ലാതാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.